ഞങ്ങൾ കാലത്തെ നടത്തം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു പഴം കഴിച്ചേ. പഴം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ മസാജിങ് ടൈമാണേ. ഒരു നേരെ ഇരിക്കട്ടെ. എനിക്ക് ഇരിക്കാൻ സ്ഥലം കൊണ്ടാ. ഇവിടെ ഒരു സ്ഥലമുണ്ട്. എന്നിട്ട് ഈ അമ്മ ഇങ്ങനെ പറയണേ, അല്ലേ ബേബി, ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ വലിയ ഇഷ്ടം. ഇതവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത ആൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നോളും. നിർത്തിയ അലമ്പുണ്ടാക്കും. നിർത്തട്ടെ അമ്മ, കൈ വേനിക്കുന്നു മുത്തേ. പിന്നെ ഇല്ലേ, ഇതെൻ്റെ ഡേച്ചിക്കുട്ടിയുടെ മാലയാണേ. ഇത് ഞങ്ങൾ ദുബായി പോയപ്പോൾ 2 വാങ്ങിച്ചതാ. അപ്പോൾ ഡേസി ബേബി ഇട്ടുകൊണ്ടിരുന്നത് കളഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ ചെറുത് മീഷോന്ന് വാങ്ങിച്ചു കേട്ടോ. ഇതത്ര ഭയങ്കര ചെറുത് ചെയ്തിട്ടിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 2ാമത്തെ അവളുടെ കഴുത്തിലിട്ടു. ആക്ച്വലി ഇത് ഉണ്ണിയേട്ടന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇട്ടത് ഡേച്ചിക്കുട്ടിയാണ്. ഇത് തൊടലൊന്നും അല്ല കേട്ടോ. കുറേ പേര് ഇത് തൊടലാണോ എന്നൊക്കെ ചോദിക്കണ്ട. എങ്ങോട്ടാ പോണത്? എങ്ങോട്ട് വരൂ? ബിസ്ക്കറ്റ് തരാവാ. ദേഷ്യം വന്നോൾക്ക്. ഈ കാര്യത്തിൽ എൻ്റെ കുട്ടി നല്ല അസല് പെണ്ണാട്ടോ. അവളുടെ മാല ഞാനിങ്ങനെ തൊട്ടിരുന്നില്ലേ, അതവൾക്ക് ഒട്ടും പിടിച്ചില്ല. അവളുടെ മാല പറഞ്ഞാൽ അവൾക്ക് വലിയ കാര്യമാണ് അത്. തൽക്കാലം നമുക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് സോപ്പിടാം. ബിസ്ക്കറ്റ് എവിടെ? ഞാൻ നിനക്ക് എടുക്കട്ടെ. ബിസ്ക്കറ്റ് തീരാറായിട്ട്. എടാ അതാ. അയ്യേ, അത് ക്യാച്ച് ചെയ്തില്ല അമ്പുച്ചി. അവിടെ ഇരിക്കൂ. സിറ്റ്. അടുത്ത ക്യാച്ച് ചെയ്യണേ. നക്കെടുത്ത് പിടിച്ചോ. വെരി ഗുഡ്. എന്താ ചിരി? ശൂന്ദ്രിയാണ് അല്ലേ? അമ്മയുടെ ശൂന്ദ്രിയാണ്. വേണ്ടേ? എന്താ ഇതെന്തിനാ? കൈ എന്തിനാ? വാമ്പാ. തീർന്നു പൊന്നു ബിക്കറ്റ്, തീർന്നു. ഫിനിഷ്ഡ്. മനസ്സിലാവണില്ല? അമ്മ കാണിച്ചു തന്നില്ലേ കാലിപ്പാത്രം? ഇതാ ലാസ്റ്റ് പാത്രമായിരുന്നു അത്. ഇതാ കാലി. ഓക്കെ, ഒന്നുമില്ല. നാളെ ഉണ്ടാക്കി തരാം കേട്ടോ. വരൂ, കം. ബിസ്ക്കറ്റ് തീർന്നു പറഞ്ഞ എൻ്റെ കുറുമിക്കുട്ടി വിശ്വസിച്ചില്ല. 1 2. അങ്ങനെ ഇതോടുകൂടി രാവിലത്തെ കലാപരിപാടി അവസാനിച്ചിട്ടോ. ഇനി അവളൊരു ഉറക്കം ഉറങ്ങും. ഹലോ, കിടക്കാൻ പോവാണോ? ഉറങ്ങാനുള്ള പ്ലാനിലാണ്. ഇടം കണ്ടിട്ട് നോക്കണ കണ്ടാ പെണ്ണ്. ഡേച്ചിക്കുട്ടി ഉറങ്ങിക്കോട്ടെ, ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കട്ടെ. ഡേച്ചിക്കുട്ടി ഇന്ന് ഓട്സും വെജിറ്റബിൾസും ആട്ടോ കഴിച്ചത്. ഞങ്ങൾക്ക് ഇന്ന് അടദോശയാണ്. അപ്പം നമുക്ക് അടദോശയും ചമ്മന്തി ഉണ്ടാക്കാം. ഇത് കുറച്ച് കരകരപ്പായിട്ടാട്ടോ മാവ് അരയ്ക്കേണ്ടത്. അത് മാത്രമല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ലേ. ഈ അടദോശ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. അതിന് മുന്നേ ഒന്നും ഞങ്ങളുടെ വീട്ടിലൊന്നും അടദോശ ഉണ്ടാക്കി കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പാലക്കാടൻ സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണെന്നാണ് തോന്നുന്നത്. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ, വീണ്ടും ഉണ്ടാക്കാമല്ലോ. നല്ല തേങ്ങാ ചട്നിയും കൂട്ടിയിട്ട് ഒരു 2 ദോശ കഴിച്ചാൽ മതി കേട്ടോ. വയറും നിറയും, മനസ്സും നിറയും.